ഞങ്ങൾ ഈ കുടയൊക്കെ ചൂടി എങ്ങോട്ടാണെന്നല്ലേ, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സമയം ചിലവഴിച്ച ഒരു സ്ഥലത്തേക്കാണ് ഇന്ന് ഞങ്ങൾ പോകുന്നത് കേട്ടോ. അപ്പോൾ ചേച്ചി ഇന്നാണേ വന്നതേ. അപ്പോൾ പണ്ട് തൊട്ടേ ഞങ്ങൾ രണ്ടുപേരും പിന്നെ അയൽവക്കത്തെ വീട്ടിലെ പിള്ളേരും അങ്ങനെ ഒരുപാട് പേരെല്ലാം കൂടി ഒരു സമയമൊന്നും ഇല്ല, അങ്ങനെ അങ്ങ് പോകും. രാവിലെ പോയാൽ വൈകിട്ടൊക്കെ ആയിരിക്കും വരുന്നത് കേട്ടോ. അത്രയും സമയം ചിലവഴിച്ചൊരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് മാറ്റങ്ങളൊക്കെ വന്നു. ഈ വഴിയിലൂടെ ഒന്നും അല്ല ഞങ്ങൾ ശരിക്കും പോയിക്കൊണ്ടിരുന്ന അന്ന്. അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതിപ്പോൾ പുതിയതായിട്ട് ഉണ്ടാക്കിയ ഒരു വഴിയാണ്. ഇപ്പോൾ ആരും ഇതിലെ പോക്കുകാരൊന്നും ഇല്ല. 1-2 ആൾക്കാർ സ്ഥിരം പോകുന്ന ഒരു ചേട്ടനോ മറ്റോ ഉള്ളൂ, വേറെ ആരും ഇല്ല കേട്ടോ. അപ്പം നമ്മൾ പോകുന്നത് ഞങ്ങൾ കൊച്ചിലെ കളിച്ച് വളർന്ന ഒരാറ്റിലോട്ടാണ് കേട്ടോ. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ അത് ഈ പറമ്പിലൊക്കെ അങ്ങാറ്റം കണ്ടോ ആറാണ് കേട്ടോ, വലിയ ആറാണ്. അന്നൊക്കെ നിരന്നൊഴുകിക്കൊണ്ടിരുന്ന അടിപൊളി ഒരു സ്ഥലമായിരുന്നു കേട്ടോ. അപ്പോൾ അവധി സമയമൊക്കെ ആകുമ്പോഴേ നമ്മുടെ സ്കൂളൊക്കെ അടയ്ക്കുമല്ലോ. അപ്പോൾ മാർച്ചിൽ സ്കൂൾ അടച്ചു കഴിഞ്ഞാൽ പിന്നെ ഏപ്രിൽ മെയ് ഒക്കെ അവധിയല്ലേ. ആ സമയത്ത് ആൻറ്റിയുടെ പിള്ളേർ, പിന്നെ അതുപോലെ കുഞ്ഞമ്മയുടെ 2 പിള്ളേർ, ഞാനും ചേച്ചിയും, പിന്നെ അയൽവക്കത്തെ വീട്ടിൽ വിരുന്ന് വരുന്നവർ, അങ്ങനെ എല്ലാവരും കൂടി ഞങ്ങൾ അങ്ങാട്ടിലേക്ക് പോകും കേട്ടോ. എൻ്റെ പൊന്നെ, ഒരു മേളമായിരുന്നേ അന്നൊക്കെ. നല്ല എന്താ പറയുക, അതൊക്കെ ഇപ്പോൾ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ പോകുന്ന വഴിക്കാണെങ്കിൽ കൊക്കോയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കൊക്കോയൊക്കെ പറിച്ച് കഴിച്ച്, പിന്നെ മെയിനായിട്ടൊരു കോള ഫാക്ടറി ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ പോകുന്ന അവിടെ തന്നെ. അതൊക്കെ ഇപ്പം നിർത്തിപ്പോയി കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഈ റൂട്ടിലല്ല ഇപ്പം, വഴി വേറെ സെപ്പറേറ്റ് ആക്കി. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കാണാനും പറ്റത്തില്ല. പിന്നെ ഞങ്ങൾ പോകുമ്പോൾ കൊക്കക്കോളയൊക്കെ വാങ്ങിച്ച് കുടിച്ചിട്ട് അങ്ങനെയൊക്കെയാണ് കേട്ടോ അതിലൊക്കെ പോയിക്കൊണ്ടിരുന്നത്. പിന്നെ പോകുമ്പോൾ ഒരു മേളം തന്നെയാണ് എല്ലാവരും കൂടെ. അപ്പോൾ അമ്മമാരും കാണും, അവരൊക്കെ തുണി അലക്കുമ്പോൾ നമ്മളിങ്ങനെ ആറെല്ലാം കൂടെ കലക്കി മറിക്കും. അപ്പോൾ അവരുടെ വായിലെ ചീത്തവിളിയും, എന്താ രസമായിരുന്നു അന്നൊക്കെ. ഇപ്പം ശരിക്കും ഓർക്കുമ്പോൾ സങ്കടം വരും കേട്ടോ. വളരെ പെട്ടെന്ന് കഴിഞ്ഞു പോയ പോലെ. ഇപ്പം ആർക്കും സമയമില്ല. ഇപ്പം ആറ്റി കുളിക്കുന്ന ആൾക്കാരൊന്നും ഇല്ല കേട്ടോ. ഇപ്പോൾ എല്ലാവരും തന്നെ വീടുകളിലൊക്കെയാണ് കുളിക്കുന്നതൊക്കെ. അപ്പോൾ ഇതുപോലെ കണ്ടോ, ഇപ്പോൾ ഒരുപാട് മാറി കേട്ടോ. വെള്ളം നല്ല രീതിക്കുണ്ട്. പിന്നെ ഇപ്പം വെള്ളം നല്ലപോലെ പൊങ്ങി കിടക്കുന്നതുകൊണ്ട് അലക്കുകല്ലോ കാര്യങ്ങളോ ഒന്നും കാണത്തില്ല കേട്ടോ. നിരന്നൊഴുകിക്കൊണ്ടിരിക്കുകയാണേ. നല്ല രസമാണ്. ഞങ്ങൾ ആ മരത്തിൻ്റെ മുകളിലേക്ക് വലിഞ്ഞ് കയറിയിട്ട് അവിടുന്ന് താഴേക്ക് ചാടുമായിരുന്നു കേട്ടോ കുഞ്ഞിലേ എല്ലാവരും. എന്നിട്ട് താഴെ വരെ ഒഴുകി പോകുമായിരുന്നേ. അതൊരു ശരിക്കും പറഞ്ഞ ഒരു മൊമെൻ്റ് ആയിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ ഞങ്ങളെപ്പോഴും അങ്ങനെ വരുന്നൊന്നുമില്ല, വല്ലപ്പോഴും ആണ് കേട്ടോ ഇപ്പോൾ വീട്ടിൽ വരുന്നത്. അപ്പോൾ വരുമ്പോൾ ഇങ്ങനെ കറങ്ങി പോകും കേട്ടോ. ആറ്റിലും തോട്ടിലും അമ്പലങ്ങളിലൊക്കെ ഇങ്ങനെ അങ്ങ് പോകും. നമ്മൾ നടന്ന സ്ഥലങ്ങളൊക്കെ അല്ലേ. അപ്പോൾ അങ്ങനെ ഒന്ന് പോയി കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ കുഞ്ഞാണെങ്കിലും അങ്ങനെ തോട്ടിലൊന്നും ഇറങ്ങിയിട്ടൊന്നുമില്ലേ. അപ്പോൾ ഇവിടെ വന്നിട്ട് ഇറങ്ങാമെന്നൊക്കെ പറഞ്ഞു വന്നാൽ, പക്ഷേ നമുക്ക് ഇറങ്ങാനുള്ള സെറ്റപ്പ് ഇല്ല കേട്ടോ. അത്രയും വെള്ളം നല്ല രീതിക്ക് ഒഴുക്കുണ്ട്. പിന്നെ തണുപ്പൊക്കെ ഉണ്ടല്ലോ. പണ്ടൊക്കെ ഇവിടെ ശരിക്കും കാട് പോലെ പറമ്പ് തന്നെയായിരുന്നു കേട്ടോ. ഇപ്പോൾ അതൊക്കെ വെട്ടിത്തെളിച്ച് കൈതയൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ അപ്പുറത്തെ ഒരു വീടൊക്കെ ഉണ്ടെന്ന് ഞങ്ങൾ ഇപ്പോഴാണ് കേട്ടോ അറിയുന്നത്. പിന്നെ അതിലൂടെ കറങ്ങി തിരിഞ്ഞൊക്കെ പോകുന്നു കേട്ടോ. അപ്പോൾ അവിടെ വീടൊക്കെ ഉണ്ട്. അപ്പോൾ വാടകയ്ക്ക് കൊടുത്തിരിക്കുക കേട്ടോ. പശുവൊക്കെ ഉണ്ട് അവരുടെ പറമ്പിൽ. പശുവിനെയൊക്കെ കിട്ടുന്നതുകൊണ്ട് പറമ്പിൽ കുഴപ്പമൊന്നുമില്ല. പുല്ലൊക്കെ കുറവാട്ടോ. പിന്നെ ഈ അടച്ച മഴ ആയതുകൊണ്ട് കുറച്ച് പുല്ല് പൊങ്ങിയിട്ടുണ്ട്. കുറച്ച് വെള്ളമൊക്കെ കെട്ടിക്കിടപ്പുണ്ടായിരുന്നേ. പിന്നെ ഭയങ്കര കൊതുകായിരുന്നു, ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് നേരമൊക്കെ അതിലേക്ക് ഇറങ്ങി നടന്ന് വെച്ച് തിരിച്ച് വീട്ടിലേക്ക് പോരുവാണ് കേട്ടോ. പോകുന്ന വഴിക്ക് പിന്നെ മിന്നൂസിന് 2 മിഠായി വേണമെന്ന് പറഞ്ഞ് മിഠായിയൊക്കെ വാങ്ങിച്ച് കഴിച്ചിട്ട് ഞങ്ങളിങ്ങ് തിരിച്ച് പോന്നു. പോരുന്ന വഴിക്ക് ഒരു വീടാണ് കേട്ടോ. വീടിൻ്റെ ഭിത്തിയിൽ ഇങ്ങനെ കല്ല് പതിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. സാധാ മിറ്റൽ കല്ലാണ്. അത് ഈ ചിപ്സാ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു പറയുന്നത്. അന്നൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ അതിലിങ്ങനെ കൈ ഓടിച്ച് വിരൽ ഇങ്ങനെ നടക്കണമെന്നേ. അപ്പോൾ ഞാനും ചേച്ചിയൊക്കെ അങ്ങ് പോരുമ്പോഴത്തേക്കും വഴക്കുണ്ടാക്കുമായിരുന്നു ഞങ്ങൾ, അതിൽ ആരാദ്യം പഠിക്കണമെന്ന് അറിയാനായിട്ട്. അങ്ങനെ അപ്പോൾ ഞാനത് ജസ്റ്റ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്തു കേട്ടോ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം. അപ്പോൾ അതൊക്കെ ഒരു നല്ലൊരു സമയമാണ് ശരിക്കും പറഞ്ഞാൽ. ഞങ്ങളുടെ ജീവിതത്തിലെ നല്ല ഒട്ടുമിക്ക എല്ലാവരുടെയും ജീവിതത്തിലെ നല്ല സമയങ്ങളാണ് കഴിഞ്ഞു പോയത്. ഇനിയുള്ള സമയങ്ങൾ നല്ല രീതിക്ക് അതിൻ്റെ ഓർമ്മയിലൊക്കെ നന്നായിട്ട് ജീവിച്ചു പോട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ.